റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ക്യാമ്പസ് ഫ്രാൻസിന്റെ പ്രോസസ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്യാമ്പസ് ഫ്രാൻസ്, എന്തിനാണ് ക്യാമ്പസ് ഫ്രാൻസ്, നമ്മൾ ആ ഒരു പ്രോസസ്സ്, എക്സ്ട്രാ പ്രോസസ്സ് എന്തിനാ, അത് ഇമ്പോർട്ടൻ്റ് ആണോ, അതിന് കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ്, അതിനകത്ത് സ്റ്റെപ്സ്, അതൊക്കെ കുറിച്ച് അപ്പം നോക്കാം. അപ്പോൾ ക്യാമ്പസ് ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിൽ വന്ന് പഠിക്കാൻ എലിജിബിൾ ആണോ, നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒന്നുമില്ല, നമ്മളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സൈറ്റിൽ നമുക്ക് തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ സൈറ്റിൽ കയറി ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിള്ളേർക്കൊക്കെ സൈറ്റ് ഓപ്പൺ ആവുന്നില്ല ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ. അതൊക്കെ അപ്പോൾ അത് ഈ റഷ് കൂടുമ്പോൾ സൈറ്റിന് വരുന്ന പ്രോബ്ലം ആണെന്നായിരുന്നു അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റും അടയ്ക്കണം. ലൈക്ക് 17,000 രൂപയായിരുന്നു അവരുടെ പേയ്മെൻറ്റ്. അതടച്ചതിന് ശേഷം നമുക്ക് ഇൻ്റർവ്യൂവിന് മെയിൽ വരും. ഇൻ്റർവ്യൂ വന്നതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂ ഡോക്യുമെന്റ്സ് അവിടെ ചെന്ന് കുറച്ച് ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. എനിക്ക് ഫേസ് ടു ഫേസ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഇന്റർവ്യൂ ഡേറ്റ് വന്നപ്പോഴത്തേക്കും ക്യാമ്പസ് ഫ്രാൻസിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവരപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ ഓൺലൈനാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. സോ എൻ്റെ ഇന്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എലിജിബിൾ ആണ്. നമുക്കൊരു മെയിൽ വരും, NOC എന്ന് പറഞ്ഞ്. അതായത് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോ ഒബ്ജെക്ഷൻ ഫോർ, നമ്മൾ പുറത്തേക്ക് പോയി പഠിക്കുന്നതിന് ഒബ്ജെക്ഷൻ ഒന്നുമില്ല, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതാണ് NOC. അപ്പോൾ ഈ ക്യാമ്പസ് ഫ്രാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാണ്, ഇപ്പം നമുക്ക് നിയോമയിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ കൊടുത്തോണ്ട് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടില്ല. അതായിരിക്കും നമ്മളുടെ കോളേജിന്റെ അക്സെപ്റ്റൻസ് ലെറ്റർ. അപ്പോൾ ആ അക്സെപ്റ്റൻസ് ലെറ്റർ കൊടുക്കണം. ഇതുപോലെ നമ്മൾ 1,500 euros നമ്മൾ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു റിസീറ്റ് പോലെ ഒരു ലെറ്റർ കിട്ടും. ആ ലെറ്ററും നമ്മൾ വയ്ക്കണം. പിന്നെ ഒരു അപ്ഡേറ്റഡ് CV നമ്മൾ വയ്ക്കണം. നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വയ്ക്കണം. ആ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വയ്ക്കണം. പാസ്പോർട്ടിലൊന്നും ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് നമ്മൾ എല്ലാം വെരിഫൈ ചെയ്ത് വെക്കണം. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ, ചേഞ്ചസ് പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് SOP സബ്മിറ്റ് ചെയ്യണം. SOP നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞതുപോലെ എന്തിനാണ് നമ്മൾ ഫ്രാൻസിലേക്ക് പോകുന്നത്, വൈ ഫ്രാൻസ് എന്നും, ഫ്രാൻസിൽ പഠിക്കാൻ നമ്മൾ ഓക്കെ ആണോ എന്നും, ഈ കോളേജ് എന്തിനാണ് ചൂസ് ചെയ്തതെന്നും, ആ കോളേജിലുള്ള ആ കോഴ്സ് എന്തിനാണ് ചൂസ് ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലെറ്ററാണ് SOP. അപ്പം അത് നമ്മൾ ഈ ഡോക്യുമെന്റ്സിന്റെ കൂടെ കൊടുക്കണം. ബാക്കി കുറച്ച് ഡോക്യുമെന്റ്സും കൂടെ ആവശ്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ സെമസ്റ്റർ വൈസ് ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് എക്സ്പ്ലനേഷൻ. അത് എല്ലാവർക്കും ഒരു പ്രോബ്ലം ആയിട്ടായിരുന്നു. ഞാൻ 2024 പാസ് ഔട്ട് ആയിട്ടും എനിക്ക് ഒക്ടോബറിലായിരുന്നു ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇത് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു 5 to 6 months എക്സ്പ്ലനേഷൻ വരെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്ക് റിപ്ലൈ തന്നിട്ട് ഗ്യാപ്പിന്റെ എക്സ്പ്ലനേഷൻ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞതിന് ശേഷം ബാച്ചിലേഴ്സിന് മുമ്പേ എനിക്കൊരു 1 year ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് ഇയർ നമ്മൾ എഡ്യൂക്കേഷനിൽ എവിടെയാണോ ഗ്യാപ്പ് വന്നത് ആ ഗ്യാപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നല്ലൊരു എക്സ്പ്ലനേഷൻ നമ്മൾ വെറുതെ ഇരിക്കുമായിരുന്നു എന്നൊന്നും പറയരുത്. ലൈക്ക് ഇപ്പം വെറുതെ ഇരിക്കുമായിരുന്നെങ്കിലും ആ സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പം ഗ്യാപ്പിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാംഗ്വേജിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫ്രാൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് എക്സാം A1 A2 അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമില്ല. ഇപ്പം IELTSന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ് സബ്മിഷൻ എന്ന രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. നിങ്ങളെല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പിന്നെ മിസ്ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. മാക്സിമം ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആക്കുക. പാസ്പോർട്ടിലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നെയിമിന്റെ സ്പെല്ലിങ് അതെല്ലാം ചെക്ക് ചെയ്യണം നല്ല രീതിയിൽ. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ട്രാൻസ്ലേറ്റഡ് ആവശ്യമുണ്ട്. അപ്പം എൻ്റെ കേസിൽ എൻ്റെ സ്പെല്ലിങ് ലാസ്റ്റ് എൻ്റെ ആദിത്യ വിജയ് ലാസ്റ്റ് സ്പെല്ലിങ് ഒരെണ്ണം എറർ ഉണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് വരുന്ന ടൈമിൽ അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം അത് ഞാൻ റീഅപ്ലൈ ചെയ്യാൻ കൊടുത്തു.
കൊടുത്തു. അത് പിന്നെ പഞ്ചായത്തിലൊക്കെ പോയി. അപ്പോൾ ടൈം ടേക്കൺ ആയതുകൊണ്ട് റിസ്ക് എടുക്കാതെ എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നോക്കാം. പിന്നെ നിങ്ങളുടെ ഓരോരോ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ നെയിം ഡിഫറെന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആധാർ കാർഡിൽ ചിലപ്പം ഒരു പേരായിരിക്കും, നിങ്ങളുടെ 10th 12th സർട്ടിഫിക്കറ്റിൽ വേറെ പേരായിരിക്കും. അങ്ങനെയൊക്കെ പേര് ഡിഫറെൻ്റ് ആണെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് ഒരു അഫിഡവിറ്റ് എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ദാറ്റ് ഈ എല്ലാ ഡോക്യുമെന്റ്സിലും മെൻഷൻഡ് ആയ പേര് ആളും സെയിം ആണെന്ന് ഒരു അഫിഡവിറ്റ് എടുത്ത് വെക്കുക, ഒരു സേഫർ സെൻസിന് വേണ്ടി. പിന്നെ ക്യാമ്പസ് ഫ്രാൻസിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ മെയിൽ അയക്കും. മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ മെയിൽ അനുസരിച്ച് നിങ്ങൾ നല്ല ഡോക്യുമെന്റ്, കറക്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു, എനിക്ക് ഫേസ് ടു ഫേസ് ആയിരുന്നു, ഇവക്ക് ഓൺലൈനിലായിരുന്നു ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇൻ്റർവ്യൂ. അപ്പം എനിക്ക് സ്ലോട്ട് വന്നു. അപ്പം കൊച്ചിയിലായിരുന്നു എനിക്ക് ക്യാമ്പസ് ഫ്രാൻസിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ ചെല്ലുമ്പം 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 minutes എടുത്തില്ല, പെട്ടെന്നായിരുന്നു. എൻ്റെ അടുത്ത് പാസ്പോർട്ട് നമ്മൾ ഒറിജിനൽ കൊണ്ടുപോകണം. ആദ്യം പാസ്പോർട്ട് കാണിക്കാനാണ് പറയുന്നത്. അതിനുശേഷം ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ 3 ക്വസ്റ്റ്യൻസ് എന്തോ ആണ് ചോദിച്ചത്, ഓർമ്മയില്ല. പക്ഷെ എന്തിനാണ് ഫ്രാൻസ് തന്നെ ചൂസ് ചെയ്തത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ജേർണലിസം കഴിഞ്ഞ് MIM ചൂസ് ചെയ്തു എന്നൊരു, നമ്മളിപ്പം നമ്മളുടെ പ്രൊഫഷൻ ഏതായിരുന്നോ അപ്പം അതും ഇതും തമ്മിൽ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് അവർ ചോദിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മാർക്കിന്റെ കാര്യങ്ങളും നമ്മളുടെ പേര്, എവിടെയായിരുന്നു പഠിച്ചത്, നമ്മൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എനിക്കും കൊച്ചി തന്നെയായിരുന്നു ക്യാമ്പസ് ഫ്രാൻസ് ഇന്റർവ്യൂ. പക്ഷേ എനിക്കെന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് ഓൺലൈനാണ് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തത്. ജസ്റ്റ് ഓൺലൈൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് പാസ്പോർട്ടിന്റെ ഇതൊന്ന് കാണിക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്കും പ്രത്യേകിച്ച് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്തിനാണ് ഫ്രാൻസ് ചൂസ് ചെയ്തത്, എന്തിനാ ഈ കോളേജ് തന്നെ ചൂസ് ചെയ്തതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പിന്നെ കോളേജിനെ കുറിച്ചും അങ്ങനെയൊക്കെ എല്ലാം, ഏതാ കോളേജിന്റെ പേരെന്താണ്, ഏതാ കോഴ്സായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു. സോ ദാറ്റ് നമ്മൾ അറിഞ്ഞാണോ എല്ലാം അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതൊക്കെ ചോദിച്ചായിരുന്നു. ലെസ് ദാൻ 10 minutes ആയിരുന്നു എൻ്റെയും ഇന്റർവ്യൂ. അതോടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും അത് നല്ല ഇൻഫോർമേറ്റീവ് ആവുന്നു നമ്മൾ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.